ഹലോ, ഇതെന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ രീതി മാത്രം എടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഈ പബ്ലിക് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണ് അവരുടെ നേട്ടമെന്ന്? നേട്ടമൊക്കെയുണ്ട്. നേട്ടമില്ലാതെ ആരും ഒരു മണിക്ക് ഇറങ്ങി തിരിക്കില്ല. ഒന്നാമത്തേതാണ് വ്യൂസ്. ഇത്തരത്തിലുള്ള വീഡിയോസിന് നല്ല രീതിയിൽ വ്യൂസ് കയറും. കാരണം മലയാളികളുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി തന്നെ. വീഡിയോ മുഴുവൻ കാണും, ലൈക്ക്, ഷെയർ, ഫോളോ എല്ലാം ചെയ്യും. മറ്റു ചാനലുകളെ അപേക്ഷിച്ച് ഇരട്ടി റീച്ച് ആകും. രണ്ടാമത്തേതാണ് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ട്സോ ഷോപ്പുകളിൽ പെട്ടെന്ന് ആളുകളിലേക്ക് ചെല്ലും. ഇവിടുന്ന് കൂടുതൽ വിറ്റ് വരവ് നടക്കും. നിങ്ങൾ ചിലരെങ്കിലും എന്നോട് പറയും, നിന്നെ കൊണ്ട് പറ്റുമോ ഇവരെയൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ? ഒരു പഴഞ്ചൊല്ലുണ്ട്, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന്. ചാരിറ്റി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയല്ലേ? വീഡിയോ റീച്ചായി ആ കിട്ടുന്ന പണം അവർ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എടുത്തെങ്കിലും ഇങ്ങനെ ചാരിറ്റി ചെയ്യുമ്പോൾ മറ്റുള്ളവരെയും കൂടി എൻകറേജ് ചെയ്യില്ലേ? സംഗതിയൊക്കെ ശരിയായിരിക്കും. ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ദുരിതത്തിലാണ്. അതുകൊണ്ട് തങ്ങളെ സഹായിക്കാൻ വരുന്നവരോട് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കരുതെന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം ആ സഹായം അവർക്ക് പോയാലോ എന്നോർത്ത്. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു, പഠിക്കാനുള്ള ക്യാഷ് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കുട്ടികൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ ചാരിറ്റി വെച്ചാ പഠിപ്പിക്കുന്നത് എന്ന തോട്ട് ആ കുട്ടിയിലും ഉണ്ടാക്കും, മറ്റു കുട്ടികളിലും ഉണ്ടാക്കും. വീട് വെച്ച് നൽകുന്നു. മറ്റുള്ളവരുടെ ഉള്ളിൽ ഇത് ചാരിറ്റി കൊണ്ട് കൊടുത്ത വീടല്ലേ എന്ന തോട്ടും. ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം കാണിക്കുമ്പോൾ അനേകം ആളുകൾ ഇതെല്ലാം കാണും. എങ്കിൽ ഇവർക്കൊന്നും അവരുടെ ഫേസ് ബ്ലർ ചെയ്ത് കാണിച്ചുകൂടെ? അത് സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി ചെയ്യുന്നവരാരും ചെയ്യുന്നതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താണ് അങ്ങനെയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. See you the next